ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനിസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ മാവിനെ കുറിച്ചുള്ളതായൊരു വീഡിയോ ആണ്. അപ്പം എല്ലാവരും മാവൊക്കെ നട്ടുപിടിപ്പിക്കും, പക്ഷേ എങ്കിൽ അതിനെ ഒന്ന് വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഒരു ടാസ്ക്കാണ് അല്ലേ. നമ്മുടെ ജീവിതചക്രത്തിൽ പല അസുഖങ്ങളുണ്ടാകുന്ന മാതിരി തന്നെ ഈ മാവിനും അതുതന്നെ എല്ലാ ചെടികൾക്കും ഓരോരോ അസുഖങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ളതായ ഓരോ മരുന്നുകളും കൊടുത്തെങ്കിൽ മാത്രമേ അവരെ രക്ഷപ്പെടുകയുള്ളൂ. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് മിനിസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോടൊന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നല്ല നല്ല ടിപ്സുകളും ട്രിക്സുകളും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കരുത്. പിന്നെയെന്ന് പറഞ്ഞാൽ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, വിത്തുകളൊക്കെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minis-lifestyle.com എന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള നല്ല ഇനം വിത്തുകളൊക്കെ വാങ്ങിക്കാവുന്നതാണ്. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പോൾ എന്തായാലും പറമ്പിലോട്ട് പോവുകയാണ്. അപ്പം നമ്മുടെ കിച്ചണിലിരിക്കുന്ന കുറച്ച് വേസ്റ്റും കൂടെ ഉണ്ട്. അപ്പോൾ അത് കൊണ്ടുവന്ന് നമ്മുടെ ഡ്രമ്മിനകത്ത് ഇടണം. പിന്നെ തിരിച്ചു വരുമ്പം കുറച്ച് വെണ്ടയ്ക്കൊക്കെ നിൽപ്പുണ്ട്, അതുമൊക്കെ വിളവെടുത്തിട്ട് വേണം നമുക്ക് വരാനായിട്ട്. അപ്പോൾ നമുക്ക് ആ വേസ്റ്റും ഒക്കെ എടുത്തുകൊണ്ട് പോകാം. അപ്പം നമ്മുടെ കിച്ചണിലെ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ യാതൊരു കാരണവശാലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിയാതെ ഇരിക്കുക. പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് ബോറടിയായിട്ട് തോന്നരുത്. പിന്നെ നമ്മുടെ ജൈവ മാലിന്യങ്ങൾ ഒരു ബക്കറ്റിലിടുക, അതുപോലെ പ്ലാസ്റ്റിക് ഒന്നിലിടുക, അതേപോലെ തന്നെ പേപ്പറുകൾ ഒരിടത്ത് ഇടുക. അങ്ങനെ ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമുക്ക് വളമാക്കാനുള്ളത് പെട്ടെന്ന് നമുക്ക് വളമാക്കി എടുക്കാനായിട്ട് സാധിക്കും. അതുതന്നെ പ്ലാസ്റ്റിക്കൊക്കെ നമ്മുടെ കർമ്മസേനയ്ക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറച്ച് വേസ്റ്റും എടുത്തുകൊണ്ട് നമുക്ക് പോകാം. അപ്പോൾ നമ്മുടെ കിച്ചണിലെ വേസ്റ്റ് ഞാനിവിടെ അവിടെ അടച്ചു വെച്ചിരുന്നത് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ ഇതിനകത്തെല്ലാം ഉണ്ട്. ഇപ്പം പഴം വേസ്റ്റായിട്ട് വരുന്നത്, അത് നല്ലതുപോലെ നമ്മൾ കൈ കൊണ്ട് ഞെരടി ഇതിനകത്തോട്ട് അങ്ങ് ചേർക്കുക. അതുപോലെ തന്നെ മീനിൻ്റെ വേസ്റ്റ്, മീനിൻ്റെ വെള്ളം, ഇറച്ചി കഴുകുന്ന വെള്ളം, അങ്ങനെ എന്തുണ്ടെങ്കിലും ഒരു പച്ചമുളക് എടുക്കുന്നൊരു തണ്ടാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് നമ്മുടെ വേസ്റ്റിനകത്ത് ഇടാം. അപ്പം നമുക്ക് അവിടെ കൊണ്ടുവന്ന് ഇടാം. അപ്പം നമ്മുടെ കിച്ചണിൽ വരുന്ന വേസ്റ്റുകൾ ഇതിനകത്തോട്ടാണ് ഞാൻ കൊണ്ടിടാറുള്ളത്. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ അങ്ങോട്ട് കൊണ്ടിടുമ്പോഴത്തേക്ക് കുറച്ച് വെള്ളം കൂടെ അതിനകത്തോട്ട് അങ്ങ് ഒഴിക്കണം. എന്നിട്ട് ഡൈല്യൂട്ട് ചെയ്ത് വേണം നമ്മുടെ ചെടികൾക്ക് ഒഴിക്കാനായിട്ട്. അപ്പോൾ ഇന്ന് എൻ്റെ മെയിനായിട്ടുള്ള പ്രയോഗം എന്ന് പറയുന്നത് ഈ ഒരു സാധനം തന്നെയാണ്. അപ്പം കുറച്ച് വെള്ളം അതിനകത്തോട്ട് വീഴട്ടെ. അപ്പോൾ നമ്മുടെ വേസ്റ്റുകൾ, കിച്ചൺ വേസ്റ്റുകളെല്ലാം ഈ ഡ്രമ്മിൽ കൊണ്ടിടും. 4 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ വേസ്റ്റുകളെല്ലാം നന്നായിട്ട് ചീഞ്ഞ് നല്ലൊരു വളമായിട്ട് മാറും. അപ്പോൾ ഒന്നോ രണ്ടോ സാധനമല്ലല്ലോ, നമ്മൾ പല സാധനങ്ങളാണ്, പല സാധനത്തിനും പല ഗുണങ്ങളാണ്. അപ്പോൾ ആ ഗുണങ്ങളെല്ലാം കൂടെ ഒത്തുചേരുന്നതാണ് നമ്മുടെ ഈ വേസ്റ്റ് വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ കുറച്ചെടുക്കാം. കണ്ടോ, കുറച്ചെടുത്തു. നമുക്കതിനകത്തോട്ട് ഒഴിക്കാം. ഈ തളിര് ഇലയിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒരുപാട് പൊക്കമൊക്കെ ഉള്ള മരങ്ങളാണെങ്കിൽ സ്പ്രേയർ എടുത്തിട്ട് അതിനകത്തോട്ട് ഒന്ന് അരിച്ചിട്ട് വേണം ഇതുപോലെ സ്പ്രേ ചെയ്യാനായിട്ട്. ഇതിൻ്റെ ചുവട്ടിലോട്ടും അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു വളം കേട്ടോ, അടിപൊളി വളമാണ്. നമ്മുടെ പച്ചക്കറിയൊക്കെ ആണെങ്കിൽ തഴച്ചു കയറി വരും. ഇതാണ് എൻ്റെ മാവ്, കണ്ടോ. അപ്പോൾ അതിനകത്ത് നന്നായിട്ട് തളിരിലകൾ ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പം അടിഭാഗത്തുനിന്ന് ഈ മാവിന് വലിയ കുഴപ്പമൊന്നുമില്ലാതെ അതിൻ്റെ വരുന്ന തളിര് ഇലകളൊന്നും പോകാതെ ഇങ്ങനെ നന്നായിട്ട് വരുന്നുണ്ട്. അപ്പം അതിന് ചെയ്ത പ്രയോഗമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പം ഇങ്ങനെ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ തളിരിലകളെല്ലാം കട്ട് ചെയ്യുന്നത് ഒരു വണ്ടാണ് കേട്ടോ. അത് വൈകുന്നേരത്തെ സമയത്താണ് ഈ വണ്ടുകൾ നമ്മുടെ മാവിനകത്തോട്ട് വന്ന് പറന്ന് വന്നിരുന്നിട്ട് അതിനകത്ത് അത്യാവശ്യം ഇലകളൊക്കെ തിന്നുകയും ചെയ്യും. എന്നിട്ട് മുട്ടയിട്ടിട്ട് അതിൻ്റെ ഇലകൾ കട്ട് ചെയ്തങ്ങ് താഴെ ഇടുകയും ചെയ്യും. അപ്പോൾ ആ ഇലയ്ക്കകത്ത് അവർ മുട്ടയിട്ടിട്ടാണ് കട്ട് ചെയ്തിടുന്നത്. അപ്പം ഇത് നിന്ന് അതിൻ്റെ മുട്ടകൾ വിരിയത്തില്ല. അപ്പോൾ അത് കട്ട് ചെയ്താൽ നല്ല ബുദ്ധിമാന്മാരാണ് കേട്ടോ. അത് തറയിൽ കിടന്നെങ്കിൽ മാത്രമേ ആ മുട്ടയൊക്കെ വിരിഞ്ഞ് പിന്നെ വീണ്ടും ഇത് ഇങ്ങനെ ജനസംഖ്യ കൂടത്തുള്ളൂ അതിൻ്റെ. അപ്പോൾ ഇങ്ങനെ ഓരോ പ്രാവശ്യം മുട്ടയിടുമ്പോഴും കുറേ അധികം കുഞ്ഞുങ്ങളായിരിക്കും ഇതിനകത്തുനിന്ന് വളർന്നു വരുന്നത്. പിന്നെ നമ്മൾ മാവ് ഒന്നും നട്ടുപിടിപ്പിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഇത് മണ്ണിൽ കിടന്ന് വളർന്ന് നമ്മുടെ പറമ്പിൽ നിൽക്കുന്ന മരങ്ങളെല്ലാം ഇത് നശിപ്പിച്ചു കളയും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കൊഴിഞ്ഞു വീഴുന്നതായ ഇലകളെ നമ്മൾ തൂത്തുവാരി കത്തിച്ച് കളയേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇത് അധികം നാളൊന്നും ആയിട്ടില്ല. ഇത് ഏപ്രിൽ നട്ട മാവാണ്. 3 in 1 എന്ന് പറയുന്നൊരു മാവാണ് കേട്ടോ. ഈ മരത്തിൽ തന്നെ
3 ഇനം മാങ്ങ പിടിക്കുമെന്നാണ് പറഞ്ഞ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് തന്നത് ഇപ്പം ഇത് ഞാൻ വീണ സമയത്ത് ഏപ്രിൽ നട്ട മാവായിരുന്നു. അപ്പം അടിയിൽ നിന്നും ഉള്ള ഇല നോക്കുകയാണെങ്കിൽ തന്നെയും ഒന്നുപോലും ഇത് ഇലയൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇതിനകത്ത് ഇവിടെ ഉള്ളതായ ഈ വേസ്റ്റ് വെള്ളം നമ്മുടെ ഡ്രമ്മിനകത്ത് ഒഴിച്ചിരിക്കുന്നതായ വേസ്റ്റുകൾ അത് കിടന്ന് അലിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം ഡൈല്യൂട്ട് ചെയ്ത് വൈകുന്നേരം ഈ ഇലയ്ക്കകത്തെല്ലാം നമ്മൾ ഒഴിക്കണം. അപ്പം നമ്മുടെ ഈ മാവിൻ്റെ തളിരിൽ ഈ വണ്ടുകളൊന്നും നശിപ്പിക്കത്തില്ല. എനിക്ക് ഒന്നാമത്തെ എൻ്റെ നല്ലൊരു അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. അപ്പം നിങ്ങൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇപ്പം 3-4 ദിവസം കൊണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന വേസ്റ്റുകൾ വെള്ളത്തിൽ കിടക്കുന്നത് അഴുകിയതിന് ശേഷം നമ്മൾ ഒരു ജഗ് കൊണ്ട് ഒഴിക്കുകയോ അല്ലെങ്കിൽ സ്പ്രെയർ കൊണ്ട് നമ്മൾ അതിനകത്ത് സ്പ്രേ ചെയ്യുകയോ ചെയ്യുക. ഒരു വൈകുന്നേരത്തെ സമയത്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്, ഇലകൾ തൂത്തുവാരി നശിപ്പിച്ച് കളയുക. അല്ലെങ്കിൽ ആ മുട്ട എല്ലാം അവിടെ കിടന്ന് വിരിയും. എന്നിട്ട് ഒരു സ്വല്പം കുമ്മായം അതിൻ്റെ ചുറ്റും നമ്മൾ വിതറി കൊടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ. ഈ വേസ്റ്റ് വാട്ടർ നല്ലൊരു കീടനാശിനിയാണ്, അതേപോലെ തന്നെ നല്ലൊരു വളവുമാണ്. നമ്മുടെ മാവാണെങ്കിലും പച്ചക്കറികളാണെന്നുണ്ടെങ്കിലും ഏത് ഫ്രൂട്ട്സ് മരങ്ങളാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് നമ്മുടെ ഈ വളം കൊണ്ട്, ഈ ജൈവ സ്ലറി കൊണ്ട് സാധിക്കും. ജൈവ സ്ലറി എന്ന് പറഞ്ഞാൽ വേസ്റ്റിൻ്റെ സ്ലറി കൊണ്ട് സാധിക്കും. അപ്പം അടുത്തൊരു മാവിനെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഞാൻ പലതരത്തിലുള്ളതായ മാവുകൾ നട്ടിട്ടുണ്ട്. ഒരു 7-8 ടൈപ്പ് ഇപ്പം നട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് കണ്ടില്ലേ, ഇതുപോലെ തളിരില വരുമ്പോഴത്തേക്ക് എല്ലാം കൊഴിഞ്ഞു പോയി ഒരു ചുള്ളിക്കമ്പ് പോലെ ഇങ്ങനെ ഈ കമ്പ് നിൽക്കും. അപ്പം അങ്ങനെ വന്നതിൽ നിന്നാണ് ഇപ്പം ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ വരുന്നതായ ഇലകളൊക്കെ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നത്. ഇപ്പം നേരത്തെ വന്നത് കരിഞ്ഞു പോയി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ പ്രയോഗം നിങ്ങൾ എന്തായാലും ചെയ്യാനായിട്ട് മറക്കരുത്. ഒരു 5 പൈസയുടെ ചിലവില്ലാതെ നമുക്ക് ഈ തളിര് ഇലയൊക്കെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കമ്പ് പോലെ നിന്നാൽ നമ്മുടെ അതിനകത്ത് മാവുകൾ പൂക്കുകയോ കായ്ക്കുകയോ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ ഇതിൻ്റെ താഴെ ഭാഗത്തുനിന്ന് നന്നായിട്ട് വരുന്നുണ്ടോ, നല്ല കൊമ്പുകൾ. അപ്പം അതെല്ലാം കാണുമ്പം തന്നെ അറിയാൻ പറ്റും. നോക്കിക്കേ, ഇതെല്ലാം ഉണങ്ങി നിന്നതാണ്ടോ, വന്ന തളിരിലയെല്ലാം പോയി വന്നതായിരുന്നു. അപ്പം എനിക്ക് തന്നെ തോന്നി ഇച്ചിരി വേസ്റ്റ് വെള്ളം ഇതിൻ്റെ ഒന്ന് തളിച്ചു കൊടുത്താൽ. ഈ വേസ്റ്റ് വെള്ളത്തിന് ഒരു പ്രത്യേക സ്മെല്ലുണ്ടല്ലോ, അപ്പം അതുകൊണ്ട് ഈ വണ്ടിനൊക്കെ വന്നിരിക്കാൻ ഒരു മടി തോന്നും. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ വേറൊരു വളപ്രയോഗം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ വേപ്പധിഷ്ഠിതമായ എന്തും വേപ്പെണ്ണ അല്ലെങ്കിൽ നിംബിസിഡിൻ ഇങ്ങനെയൊക്കെ ഉള്ളത് കിട്ടുമല്ലോ, അതും സ്വല്പം വെളുത്തുള്ളിയും കൂടെ ചതച്ച് അതിനകത്തൊരു സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കലക്കി സ്പ്രേ ചെയ്യാന്നുണ്ടെങ്കിൽ അതും നന്നായിട്ട് നമുക്ക് പ്രയോജനപ്പെടുന്നതാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വേപ്പില ഉണ്ടല്ലോ, ആര്യവേപ്പിലയും മഞ്ഞളും വെളുത്തുള്ളിയും കൂടെ ചതച്ച് നല്ലതുപോലെ അരച്ചിട്ട് അത് ഒന്ന് അരിച്ച് സ്പ്രേ ചെയ്യാന്നുണ്ടെങ്കിലും നമ്മുടെ ഈ തളിരിലകൾ നമുക്ക് നഷ്ടപ്പെടാതെ നമുക്ക് നോക്കിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ വലിയ മാവിൻ്റെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പം പറയും വലിയ മാവിൻ്റെയൊക്കെ തളിരിലകൾ ഇതേപോലെ പോകുന്നു എന്ന് പറയും. അപ്പം വലിയ മാവിൻ്റെ മണ്ടയിലൊക്കെ കയറി നമുക്ക് ഇത്രയും പ്രയോഗങ്ങളൊക്കെ ചെയ്യാനായിട്ട് പ്രയാസമായിരിക്കും. എങ്കിൽ തന്നെയും കയറാവുന്ന ഭാഗത്തൊക്കെ നമുക്ക് എത്തുന്ന ഭാഗത്തൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തളിരിലകൾ നഷ്ടപ്പെടുന്നത് നമുക്ക് തടയാനായിട്ട് സാധിക്കും. ഇപ്പം ഇവിടെ നിൽക്കുന്നതായ മിക്ക ഫ്രൂട്ട്സ് മരങ്ങളും മാവുകളും എല്ലാം തന്നെ നമ്മൾ നിസാറിൻ്റെ എന്നാണ് നമ്മൾ മേടിച്ചത്. നിസാറിൻ്റെ ഒരു നഴ്സറിയൊക്കെ ഉണ്ട്, നൗഫൽ നഴ്സറി എന്നാണ് അതിൻ്റെ പേര്. സ്ഥലം ശാസ്താംകോട്ടയാണ്. അപ്പം നമുക്ക് ഇതെല്ലാം ഒരുമാതിരി എല്ലാം രക്ഷപ്പെട്ടു. നമുക്ക് വിശ്വാസമായതെന്ന് പറഞ്ഞാൽ നമ്മുടെ വിയറ്റ്നാം എയർലി പ്ലാവ് വാങ്ങിച്ചപ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടി. അതുകൊണ്ട് തന്നെയാണ് പിന്നെ പുള്ളിക്കാരൻ ഇവിടെ പെട്ടിയോട്ടമായിട്ട് വരും. 2-3 മരങ്ങളൊക്കെ നമ്മളെ പിടിപ്പിച്ചിട്ടാണ് പോകുന്നത്. അപ്പം അങ്ങനെ നന്നായിട്ട് വരുന്നത് കാണുമ്പോൾ പിന്നെ നമുക്ക് വാങ്ങിക്കണമെന്ന് തോന്നും. അപ്പം അതിനെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, ഞാൻ എൻ്റെ മാവിൻ്റെ തളിരില പോകുന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് പറഞ്ഞത്. അപ്പം ഞാൻ ഇടയ്ക്കൂടെ അതുകൂടെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ വൈകുന്നേരത്തെ സമയത്ത് നമ്മുടെ മാവിൻ്റെ ചുവട്ടിൽ ഈ കുഞ്ഞു തൈൻ്റെ ചുവട്ടിൽ കൊണ്ടുവന്ന് കത്തിക്കാനല്ല, നമ്മൾ പിന്നെ പുകയൊക്കെ കൊടുക്കുമല്ലോ, അതേപോലെ ചിരട്ടയിലോ പാത്രത്തിലോ ചട്ടിയിലോ അല്ലെങ്കിൽ നമ്മൾ വൈകുന്നേരം പുകയ്ക്കുന്നതൊക്കെ ഒരു ചട്ടിയൊക്കെ ഉണ്ട് ഇങ്ങനെ കൈപ്പിടിയുള്ളത്, അപ്പോൾ അതിനകത്തൊക്കെ എന്തെങ്കിലും ഇട്ടൊന്ന് പുകച്ചിട്ട് അതിൻ്റെ പുകയൊക്കെ തട്ടിക്കാന്നുണ്ടെങ്കിൽ ഈ വൈകുന്നേരത്തൊക്കെ വന്ന് കയറുന്നതായ വണ്ടുകളെയൊക്കെ നമുക്ക് തുരത്താനായിട്ട് സാധിക്കും. ഇതൊന്നും സൗകര്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ പറമ്പിൽ എവിടെയെങ്കിലും ഒന്ന് പുകയ്ക്കാന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും നമ്മുടെ പറമ്പിൽ നിൽക്കുന്ന എല്ലാ പച്ചക്കറികൾക്കും മരങ്ങൾക്കും ഒക്കെ അത് ഗുണം ചെയ്യും.
അപ്പോൾ നമ്മൾ മാവൊക്കെ നടുമ്പോൾ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നിടത്താണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ മഴ സമയത്ത് നടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഇതിന് വളം കൊടുക്കുന്നത് പറഞ്ഞാൽ ഒരു വർഷത്തിലൊരു കുഞ്ഞുങ്ങളല്ലേ ഒരു 2-3 പ്രാവശ്യമെങ്കിലും നമുക്കതിനകത്ത് കട്ടിക്കുള്ള ആഹാരം കൊടുക്കാം. പിന്നെയെന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സ്ലറി ഉണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കെല്ലാം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പച്ചക്കറിക്ക് കൊടുക്കുമ്പോൾ അവർക്കും കൂടെ കുറച്ച് ഇങ്ങനെ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അവരിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വളർന്നു വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എല്ലാവരും ഒരു 2-3 ടൈപ്പ് മാവെങ്കിലും ഉള്ള സ്ഥലത്ത്, ഇപ്പോൾ ഡ്രമ്മൊക്കെ മതിയല്ലോ, അപ്പോൾ വലിയ സ്ഥലങ്ങളൊന്നും വേണമെന്നില്ല. ടെറസിലാണെങ്കിൽ പോലും നമുക്ക് എന്ത് വേണമെങ്കിലും നട്ടുപിടിപ്പിക്കാം. അപ്പോൾ എല്ലാവരും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് നട്ടുപിടിപ്പിക്കുകയെന്നുണ്ടെങ്കിൽ വിഷമില്ലാത്ത നല്ല മാമ്പഴവും അതേപോലെ തന്നെ പച്ചമാങ്ങ നമുക്ക് അച്ചാറിടാനും ഒക്കെ നമുക്ക് സഹായിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും പറമ്പ് വരെ വന്നതല്ലേ, അപ്പം ഇന്നത്തെ കറിക്കുള്ളതും കൂടെ എടുക്കണം. അപ്പോൾ ഒരു വെണ്ടയ്ക്ക തീയൽ വെക്കാമെന്ന് വിചാരിക്കുകയാണേ. നല്ല അടിപൊളി കൊമ്പൻ വെണ്ടയ്ക്കാണ് നിൽക്കുന്നത്, കണ്ടോ. കുറേ നിൽപ്പുണ്ട്, ഉണ്ടോ. ഒരു 5-6 എണ്ണം മതി. 5-6 വേണ്ട, കൊമ്പൻ വെണ്ടയാകുമ്പോൾ. കവറിനകത്തോടെ ഇട്ട ഇനി നിൽപ്പുണ്ട്. അല്ലെങ്കിൽ നിന്നാലുണ്ടല്ലോ പെട്ടെന്ന് മുറ്റിപ്പോവും. അപ്പോൾ എല്ലാം നമുക്ക് എടുത്തുകൊണ്ട് വരാം. ഇതിനെല്ലാം ഞാൻ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഈ വേസ്റ്റ് വെള്ളം ഒഴിച്ചു കൊടുക്കും കേട്ടോ. ഈ തുമ്പൊക്കെ ഒന്ന് നോക്കണം. തുമ്പ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് മൂത്തതൊക്കെ ആണോ എന്നുള്ളത്. എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഇതിനകത്തോട്ട് വരുമ്പോൾ പഴുത്ത ഇലകളൊക്കെ നിൽപ്പുണ്ടെന്നുണ്ടെങ്കിൽ കയ്യോടങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞേക്കും. ഈ അടിഭാഗത്തുള്ള ഇലകളൊക്കെ അങ്ങ് കട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പണ്ട് അടുത്ത തലമുറ ഇവിടെ പൂവും കായും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് നട്ട് അടുത്തതിനെ നമ്മൾ ഇങ്ങനെ നട്ടുകൊണ്ടേയിരിക്കണം. അതിന് തൊട്ടപ്പുറത്തോട്ട് കൊണ്ട് കുറേ വേറെ നട്ടിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഉണങ്ങി നിൽക്കുന്നതിന് അവിടെ തന്നെ വേണമെങ്കിൽ നമുക്കങ്ങ് കൊഴിച്ചിട്ട് വേണമെങ്കിൽ വളർത്താം. കണ്ടോ, ഇതിൽ നിന്നതാണ്. അതിൽ നിന്ന് ഉണങ്ങിയതിനെ ഇവിടെ അങ്ങോട്ട് കൊഴിച്ചിട്ടു. അത് അവിടെ നിന്ന് വളർന്നു വരുന്നുണ്ട്, കണ്ടോ. അപ്പം അങ്ങനെ നമുക്ക് അടുത്ത തലമുറകളെ വളർത്തിയെടുക്കാം. അപ്പോൾ ഇവിടെ എല്ലാം കണ്ടേ, എൻ്റെ അടിഭാഗത്തു നിന്നൊക്കെ പഴയതാണ് എങ്കിലും ഇടയ്ക്കിടയ്ക്ക് വരുമ്പോഴെല്ലാം പിന്നെയും കിട്ടിക്കൊണ്ടേയിരിക്കും. ആയിട്ടുണ്ട് ഇന്നത്തേക്കായി. അപ്പോൾ ഇന്ന് വെണ്ടയ്ക്ക തീയൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മാവിന് പറ്റുന്ന അസുഖങ്ങളെക്കുറിച്ചും അതിന് നമ്മൾ ചെയ്ത സിമ്പിൾ പ്രയോഗത്തെക്കുറിച്ചും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളും ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങളും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ മരുന്നും പ്രയോഗങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പം നിങ്ങളുടെ അറിവുകൾ ഷെയർ ചെയ്യുക. കമൻറ്റിലൂടെ നിങ്ങൾ അറിയിക്കുകയെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കൂടെ പ്രയോജനപ്പെടും. അപ്പോൾ എല്ലാവരും വളർത്തട്ടെ. അപ്പോൾ നമ്മുടെ മുറ്റത്ത് നിന്ന് തന്നെ ഒരു മാങ്ങ പറിച്ച് കഴിക്കുമ്പോൾ അതിൽ കൂടുതൽ സന്തോഷം വേറെ ഒന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ എന്തെല്ലാം കീടനാശിനികൾ തളിച്ചാൽ നമ്മുടെ കയ്യിലോട്ട് വരുന്നത്. അപ്പം എല്ലാവരുടെയും അറിവുകൾ തമ്മിൽ ഷെയർ ചെയ്യുമ്പോൾ അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രയോജനപ്പെടുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വിത്തുകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minisLifestyle.com എന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാത്തരം വിത്തുകളും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.